മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ചേച്ചിനെയും ചേട്ടനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് അലീന ചേച്ചി ഉണ്ടാക്കണത് കഴിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി നിങ്ങൾ തട്ടിക്കളഞ്ഞാൽ ഇനി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. ഒരു പക്ഷേ നിങ്ങളതിന് ആഗ്രഹിക്കും കൊതിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പോടി നാണം കെട്ടവളെ നീ പോയി കഴിക്കടി, അവൾ അമൃതം ഉണ്ടാക്കി വെച്ചേക്കണേന്ന് പറയും. ശരി വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോയി കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് കൃഷ്ണമോള് പോകും. അപ്പം നമ്മുടെ രോഹിത് പറയണേ പെറ്റ തള്ളനോട് കൂറില്ലാത്തൊരുത്തി, വിട്ടുകള ചേട്ടാ അവൾ അങ്ങനെയാണെന്ന് പറയും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഫുഡായിട്ട് ചെല്ലുന്നുണ്ട് അലീന. അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കും. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചപ്പാത്തിയും എന്ന് പറയും. അടിപൊളി എന്ന് പറയും. ചിക്കൻ കറിയുടെ പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര മണം. നല്ല കൊതിപ്പിക്കുന്ന മണം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ വേഗം കൈയൊക്കെ കഴുകി വന്നിരിക്കും. അപ്പോൾ അലീനയുടെ മുഖത്ത് വിഷമം. എന്താന്ന് ചോദിക്കും. ഫുഡ് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ട് അവരാരും കഴിച്ചില്ല സാറെന്ന് പറയും. വേണ്ട, ആവശ്യക്കാർ കഴിക്കും. അവർക്ക് ഇരുന്നുണ്ണാൻ കസേരയില്ലാഞ്ഞിട്ടാണോ, വെച്ച് കഴിക്കാൻ ഡൈനിങ് ടേബിളില്ലാഞ്ഞിട്ടാണോ? കൊട്ടാരം പോലത്തെ വീടുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്, വേണ്ടെങ്കിൽ കഴിക്കണ്ട, ആരെ നിർബന്ധിക്കണ്ട. നീ കഴിച്ചോ? കൃഷ്ണമോൾ കഴിച്ചോ? കഴിച്ചു. അത് മതി, നിങ്ങൾ രണ്ടുപേരും കഴിച്ച് നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വിശപ്പുണ്ടായി കഴിക്കട്ടെ എന്ന് പറയും. എന്നാലും ആഹാരത്തിനോടൊരു നിന്ദ കാണിക്കുന്നത് അത് സാരില്ല, അതവർ പഠിച്ചോളൂ എന്ന് പറയും. മോള് പോയി കഴിച്ചോളാൻ പറയും. അങ്ങനെ ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കാനിരിക്കണേ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് അലീന വിളിക്കുന്നുണ്ട്. ചേച്ചി ഇതാരെ നമ്പർ എന്ന് ചോദിക്കും. പുതിയ നമ്പറാണല്ലോ എന്ന് പറയും. ഇതെനിക്ക് സാറ് വാങ്ങിത്തന്നാണെന്ന് പറയും. സാറ് ഫോൺ വാങ്ങിത്തന്നോ? അപ്പോൾ നീ സമാധാനമായില്ല. ഇത്രയും ദിവസം മനുവേട്ടനെയും മനുച്ചേട്ടനെയും മുത്തശ്ശിനെയും മാറി മാറി വിളിച്ചിട്ടും ചേച്ചിനെ കിട്ടിയില്ല. ഇനി ചേച്ചി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറയും. അങ്ങനെ എല്ലാം പറയും. മാഡത്തിൻ്റെ സഹോദരൻ വന്നതും പിടിച്ചിറക്കി വലിച്ച് പുറത്താക്കിയതും അതിനുശേഷം ബാലേന്ദ്ര സാറ് വന്നതും തിരിച്ചു കൊണ്ടുവന്നതും യുദ്ധം വെട്ടിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നേ. അപ്പോൾ ചേച്ചി എന്തിനാ ചേച്ചി അവിടെ നിൽക്കുന്നത്? ഇനി അവർ ഒന്നും കഴിഞ്ഞിട്ട് വലിച്ചിറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ. ചേച്ചി ഇങ്ങോട്ട് വായോ, ചേച്ചീനെ നമുക്ക് ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നേ. ചേച്ചിക്ക് എന്താ വരാൻ പറ്റാത്ത സാഹചര്യം? അത് നേരിട്ട് പറയാം മോളെ, ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണെന്ന് പറയും. ശരി, നേരിട്ട് ചേച്ചി എന്നാ വരാമെന്ന് ചോദിക്കും. അടുത്ത ആഴ്ച വരാമെന്ന് പറയും. ചേച്ചി പഠിച്ച് ഒരു നല്ല ജോലിയായിട്ട് കളക്ടർ ആവണം ചേച്ചി, എന്നിട്ട് പാലായിൽ ജോലി ചെയ്യണമെന്ന് പറയും. പാലായിലോ എന്ന് പറയാം. അതെ, എന്താ? ആ പെണ്ണുമ്പിള്ളേർ അടുത്ത് തന്നെ വേണം ചേച്ചി ജോലി ചെയ്യാന്നൊക്കെ പറയും. നീ ഒന്ന് പോയേ അവിടുന്ന്, നീ അവരെ വിഷമിപ്പിക്കാണ്ട് നീ നല്ലോണം പഠിച്ച് നീ ഒരു ജോലി മേടിക്കുമെന്ന് പറയും. നീ വേലക്കാരിയായി വന്നിട്ട് മകളായി മാറിയതെന്ന് എന്നൊക്കെ പറയും. അതൊക്കെ എനിക്കറിയാം, ഞാൻ അവരെ വിഷമിപ്പിക്കൊന്നുമില്ല എന്ന് പറയും. എന്നാലും ചേച്ചീനെയും ബ്രിജിത്താമ്മനെയും ഓർക്കാത്ത ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല ചേച്ചി എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാമെന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കട്ടെ, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ബാലേന്ദ്രൻ സാറിൻ്റെയും വൈജയന്തി മാഡത്തിൻ്റെയും പിണക്കം മാറ്റണം, എന്നിട്ട് ഞാനിവിടുന്ന് പോരും എന്ന് പറയുന്നു. അങ്ങനെ അതിന് ശേഷം ഫോൺ വയ്ക്കുന്നു. പിന്നീട് രാജീവൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ശിവേട്ടൻ ഒരുപാട് വിളിച്ചിട്ടാണ് എടുത്തത്. നീ എവിടെയൊക്കെ പോയി കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷട്ടിൽ കളിക്കുന്നേട്ടാന്ന് പറയും. നിൻ്റെ ലീവ് എന്തായി എന്ന് പറയും. ഞാൻ നാട്ടിൽ പോയി വന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വന്നതല്ലായിരുന്നു എന്ന് പറയും. അതുകൊണ്ടൊന്നും കാര്യമില്ല, അമ്മ വിളിക്കുന്നു, കമല വിളിക്കുന്നു, വൈജ വിളിക്കുന്നു, ആകെ പ്രശ്നമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. നീ ലീവ് ഇത്തിരി നീട്ടി മേടിച്ചോ, ഞാനും മേടിക്കാം, കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ, അതൊക്കെ തീർക്കാൻ ദിവസങ്ങൾ പിടിക്കുമെന്ന് പറയും. ശരി എന്നാൽ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഫോൺ വയ്ക്കും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം വീണ്ടും ബാലചന്ദ്രന് ഫുഡ് കൊണ്ടു കൊടുക്കണ ലീന. അപ്പോൾ ലീന ചോദിക്കുന്നുണ്ട് ഞാൻ എറണാകുളത്ത് പോണ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പൊക്കോളാം എന്ന് പറയും. അപ്പോൾ എപ്പോൾ പോകണം എന്ന് പറയും. പോകേണ്ടത് നീ എപ്പോൾ വേണേലും പൊക്കോ, പോണേൻ്റെ തടസ്സം പറയണമെന്ന് പറഞ്ഞില്ലേ, എന്നാൽ ഞാൻ നാളെ കഴിഞ്ഞ് പൊക്കോട്ടെ. പൊക്കോ എന്ന് പറയും. ഞാൻ രേവതിക്കുട്ടി വിളിച്ച് പറയും. പറഞ്ഞോടി, നീ പൊക്കോ എന്ന് പറയും. 2 ദിവസത്തേക്കല്ലേ എന്ന് പറയും. 2 ദിവസത്തേക്ക്, എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറയും. സന്തോഷത്തോടെ അലീന അവിടെ നിന്ന് ഓടിപ്പോവും. പിന്നീട് രാജീവനും ശിവനും ശിവേട്ടനും വന്ന് കാറിൻ്റെ പൈസ കൊടുത്ത് അകത്ത് കയറണ്. കമലയ്ക്ക് ഭയങ്കര സന്തോഷമാവും ഭർത്താവിനെയും കൂടി കണ്ടപ്പോൾ. ശിവേട്ടന് എത്ര ദിവസം ലീവ് ഉണ്ട് എന്നൊക്കെ ചോദിക്കും. കുറച്ചുണ്ടെന്ന് പറയും. എന്നിട്ട് പറയും, രാജീവനോട് പറയും, എടാ നീ വേഗം വൈജയനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും, തൽക്കാലം ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് രാജീവൻ വൈജയനെ വിളിക്കും. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ റൂമിലേക്കൊക്കെ പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ 2 പേരും കൂടെ, 2 ആൺമക്കളും കൂടെ മുത്തശ്ശിനെ തിരിക്കലും അമ്മയെന്ന് വിളിക്കും. മുത്തശ്ശി മൈൻഡ് ചെയ്യില്ല. വീണ്ടും വിളിക്കും.
അമ്മരെ പിണക്കം മാറ്റാനല്ലേ ഞങ്ങൾ വന്നത്. അമ്മ വിളിച്ചിട്ടും കൂടെ അല്ലേ ഞങ്ങൾ വന്നത്. ഓ നിങ്ങൾ എന്നെ കാണാൻ വന്നാണ്, എൻ്റെ സൂക്കെടുത്ത് തിരക്കാൻ വന്നതല്ലേ എന്ന് പറയും. അപ്പം പെങ്കൊച്ചിനെ പുറത്താക്കാൻ വേണ്ടി വന്നതല്ലേ. ഇവൻ വന്ന് കാട്ടിക്കൂട്ടി എൻ്റെ ബുദ്ധിമുട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ അനുഭവിക്കണേ എന്നിങ്ങനെ വിഷമത്തോടെ പറയുന്നു മുത്തശ്ശി. എന്താ അമ്മേ, അമ്മ സ്വന്തം വീട്ടിലല്ലേ എന്ന് പറയും. സ്വന്തം വീട് ഇവൻ്റെ പെണ്ണുമ്പിള്ളേരെ അടുത്തല്ലേ, ഇവന് നന്നായി അറിയാം അവൾ എന്നെ എങ്ങനെ നോക്കണേന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ശരി ആ പെങ്കൊച്ചിനെ ദേഹോപദ്രവം ചെയ്യരുതിട്ടാന്ന് പറയും. അമ്മയ്ക്കല്ലെങ്കിലും വേലക്കാരിയോടാണ് സ്നേഹം എന്ന് രാജീവനും പറയും. അതെ, എനിക്ക് വേലക്കാരിയോട് തന്നെയാണ് സ്നേഹം. അവളില്ലേന്ന് ഞാൻ ഇത്രയും നാളും കൂടെ ജീവിച്ചിരിക്കില്ലായിരുന്നു, മരിച്ചു പോയേനെ. എന്നെ അത്ര രീതിയിൽ നല്ല രീതിയിൽ നോക്കിയത് അവളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ഇത്തിരി സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ടടാന്ന് പറയും. ശരി, ഞങ്ങൾ ബാലേന്ദ്രനായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ, അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ വൈജയന്തി എത്തുന്നു. വൈജയന്തി ഇപ്പോൾ രാജീവിനോട് ചോദിക്കുന്നുണ്ട് എപ്പോൾ വന്നു. രാവിലെ വന്നു എന്ന് പറയും. എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് പറയും അപ്പോൾ കമല ചായ ഒക്കെ ആയിട്ട് വരും. ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കും എല്ലാവരും എന്ന് പറയും. അങ്ങനെ ചായ എടുത്ത് കുടിക്കുന്നു. ഇപ്പം ഇനി എന്താ വേണ്ടത്? എന്ത്? അവളെ വലിച്ച് പുറത്തേക്ക് വാതിലടയ്ക്കണമെന്ന് പറയും. ബാലേന്ദ്രൻ്റെ കൺമുന്നിലൂടെ ചെയ്യണം എന്ന് പറയും. അതെ, നമ്മളെടുത്ത് ചാടിയിട്ട് ഒരു കാര്യമില്ല എന്ന് ശിവേട്ടനും പറയും. അത് കഴിഞ്ഞിട്ട് നാളെ ഇവളോട് ബാലേന്ദ്രൻ ആ പ്രതികാരം വീട്ടിയാലോ? ആ വൈജയന്തി പറയും അതേക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അവളൊക്കെ പുറത്താക്കിയതിന് ശേഷം ബാലേന്ദ്രൻ കാലങ്ങളോളം എന്നോട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും. എന്നാൽ ശരി, നീ ഞാൻ രാവുണ്ണിയങ്ങളുടെ മക്കളോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് വേറെ ആരെല്ലാം വിളിക്കണോ? എൻ്റെ ആങ്ങളയുടെ മോനോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇനി വേറെ ആരെ വിളിക്കാനുള്ളതെന്ന് പറയും. കരയോഗം പ്രസിഡൻറ്റോ പഞ്ചായത്ത് മെമ്പറോ അങ്ങനെ ആരെങ്കിലും വേണമെന്ന് ചോദിക്കും. അപ്പോൾ പറയേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നു. പിന്നെ പ്രമോയുടെ ഭാഗമാണ് കാണിക്കുന്നത്. പ്രമോയിൽ ബാലചന്ദ്രനെ വിളിക്കിന് നമ്മുടെ ശിവേട്ടനോട് പറയുന്നുണ്ട് അലീനയുടെ കാര്യത്തിനാണെങ്കിൽ എന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ശിവേട്ട, നിങ്ങൾ നാണം കെട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഞങ്ങളെല്ലാവരും കൂടെ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. ഓ വെൽക്കം, എല്ലാവരും കൂടെ വന്നോളാൻ പറഞ്ഞ് ബാലചന്ദ്രൻ പരിഹസിക്കുന്നുണ്ട്. പിന്നെ വൈജയന്തി ചെന്ന് അലീനോട് പറയുന്നു നീ അധികം സന്തോഷിക്കണ്ടീ, എനിക്ക് ബന്ധുബലവും ആൾക്കാരും ഒക്കെ ഉണ്ട്, നാളെ എല്ലാവരും കൂടെ വരും. ബാലചന്ദ്രൻ്റെ മുന്നിൽ കൂടെ നിന്നെ വലിച്ച് പുറത്തിട്ട് വാതിലടക്കിയോടി, എന്നിട്ട് വൈജയന്തിക്ക് വിശ്രമമുള്ളൂ എന്ന് പറയും. അപ്പോൾ അമ്മയുടെ ആൾക്കാരൊക്കെ നാളെ വരും എന്നുള്ള കാര്യം അറിയുമ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.